അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ പോയിന്റ് പി ടു ദ സർക്കിൾ എന്നാണ്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എത്ര ടാൻജന്റ് ആണ് വരക്കാൻ പറ്റുക? എത്രയാണ്? 1 അല്ലെ? ഒന്നല്ലേ ഇതിൽ വരച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ഒന്നാണ് വരച്ചതെങ്കിലും എത്ര എണ്ണം വരക്കാൻ പറ്റും? 2 എണ്ണം വരക്കാൻ പറ്റും. സാധാരണ അറിയാത്ത എല്ലാ ആളുകളും 1 എന്ന ആൻസർ എഴുതി വെക്കും. അതോടുകൂടി മാർക്ക് പോവും. എത്ര ടാൻജന്റ് ആണ് ഔട്ട് സൈഡിലെ ഒരു പോയിന്റിൽ നിന്ന് എത്ര ടാൻജന്റ് ആണ് വരക്കാൻ പറ്റുക? 2. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ എ പി കാണലാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ എങ്ങനെയാണ് എ പി കാണുക? നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. ഇവിടെ യൂസ് ചെയ്യേണ്ട തിയറം ഏതാണ്? പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഇതാണ് 90. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടനസ്. ഇതാണ് ഹൈപ്പോട്ടനസ്. ഇത് ബേസ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഒന്ന് ചെയ്ത് നോക്കൂ. മൈനസ് ആണ് ചെയ്യേണ്ടത്. വലുതെന്ന് ചെറുത് മൈനസ് ആണ് ചെയ്യേണ്ടത്. വേഗം ചെയ്ത് വേഗം ആൻസർ കണ്ടുപിടിക്കേ. 13 സ്ക്വയർ 169. 5 സ്ക്വയർ 25. So what is the answer? 144. What is 144? Root 144. 12. ഇത് ഇങ്ങനെയൊന്നും എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 5 ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു സാധനം ഉണ്ട്. അത് വേറൊന്നുമല്ല. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 5, 12, 13 എന്നുള്ളത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ് എന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. 5ഉം 12ഉം 13ഉം ബുക്ക് എടുത്ത് ബാക്കിലേക്ക് എവിടെയെങ്കിലും മറിച്ച് നോക്കിയത് എഴുതി തന്നിട്ടുണ്ടാവും. സോളിഡ്സിലും നമ്മുടെ ചാപ്റ്ററിലൊക്കെ എഴുതി തന്നിട്ടുണ്ട്. 5ഉം 12ഉം 13ഉം വന്നാൽ എന്താണ്? പൈതഗോറൻ. ഇവിടെ 5 ഉണ്ട്, 13 ഉണ്ട്. ഇവിടെ എന്താ വരിക? 12. ഡയറക്റ്റ് ആൻസർ ഇങ്ങനെ എഴുതി വെച്ചാലും മതി. പി എസ് ഈക്വൽ ടു 12. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്താ എഴുതി വെക്കുക? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് എഴുതി വെച്ചാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് ബുദ്ധിമുട്ടുണ്ടോ? വെരി ഈസി അല്ലേ? വേഗം പഠിച്ചോളൂ.